അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒരു ലോകം നമുക്കായി തുറക്കുവാനും എല്ലാറ്റിനുമുപരിയായി നമുക്കൊരു അഭയസ്ഥാനം നൽകുവാനുമാണ്. യേശുവേ, അങ്ങയുടെ ആഴമായ ആ മുറിവിൽ ഞാൻ അഭയം പ്രാപിക്കട്ടെ. ജലവും രക്തവും ഒഴുകി എവിടെ നിന്ന്? പുനരുജ്ജീവൻ നൽകുകയും ന്യായാസനത്തെ പവിത്രീകരിക്കുകയും ചെയ്യുന്ന ജലവും പുതിയ നിയമത്തിന് മാധുര്യം നൽകുന്ന രക്തവും യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നല്ലാതെ മറ്റെവിടെ നിന്നാണ് ഒഴുകുക? വിവിധ കൂദാശകൾ നൽകി തിരുസഭയെ ധന്യമാക്കിയ യേശുവേ, നന്ദി. കൂദാശകളൊന്നുമില്ലായിരുന്നുവെങ്കിൽ എൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഞാൻ യോഗ്യതയോടുകൂടി ശരിയായ വിധത്തിൽ കൂദാശകൾ സ്വീകരിക്കട്ടെ. യേശുവിനെ കുത്തിയ അതേ കുന്തം കൊണ്ട് മേരിയുടെ മാതൃഹൃദയവും കുത്തിപ്പിളർക്കപ്പെട്ടു. മേരി ജീവിച്ചിരുന്നതുകൊണ്ട് കൂടുതൽ തീവ്രമായി അനുഭവപ്പെടുകയും ചെയ്തു. മാധുര്യമുള്ള ആ അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒരു ലോകം നമുക്കായി തുറക്കുവാനും എല്ലാറ്റിനുമുപരിയായി നമുക്കൊരു അഭയസ്ഥാനം നൽകുവാനുമാണ്. യേശുവേ, അങ്ങയുടെ ആഴമായ ആ മുറിവിൽ ഞാൻ അഭയം പ്രാപിക്കട്ടെ. ജലവും രക്തവും ഒഴുകി എവിടെ നിന്ന്? പുനരുജ്ജീവൻ നൽകുകയും ന്യായാസനത്തെ പവിത്രീകരിക്കുകയും ചെയ്യുന്ന ജലവും പുതിയ നിയമത്തിന് മാധുര്യം നൽകുന്ന രക്തവും യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നല്ലാതെ മറ്റെവിടെ നിന്നാണ് ഒഴുകുക? വിവിധ കൂദാശകൾ നൽകി തിരുസഭയെ ധന്യമാക്കിയ യേശുവേ, നന്ദി. കൂദാശകളൊന്നുമില്ലായിരുന്നുവെങ്കിൽ എൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഞാൻ യോഗ്യതയോടുകൂടി ശരിയായ വിധത്തിൽ കൂദാശകൾ സ്വീകരിക്കട്ടെ. യേശുവിനെ കുത്തിയ അതേ കുന്തം കൊണ്ട് മേരിയുടെ മാതൃഹൃദയവും കുത്തിപ്പിളർക്കപ്പെട്ടു. മേരി ജീവിച്ചിരുന്നതുകൊണ്ട് കൂടുതൽ തീവ്രമായി അനുഭവപ്പെടുകയും ചെയ്തു. മാധുര്യമുള്ള ആ അമ്മയോട് കരുണാർദ്രനായിരിക്കുക. തൻ്റെ മക്കൾക്ക് ഇങ്ങനെയൊരു അഭയസ്ഥാനം ലഭിച്ചതിൽ മറിയം അതീവ സന്തുഷ്ടയായി. അമ്മേ, അവിടേക്ക് എന്നെ നയിക്കുക. നിത്യകാലം ഞാൻ അവിടെ വസിക്കട്ടെ. പെസഹ ധ്യാനം. യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു. ദൈവമേ, അങ്ങയുടെ അമൂല്യ രക്തം കൊണ്ട് എന്നെ കഴുകി എൻ്റെ പാപങ്ങളിൽ നിന്നും അപരാധങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിച്ചെടുക്കുക.